നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാരും സോഷ്യൽ മീഡിയ ഭീമന്മാരും തമ്മിലുള്ള പോര് തുടരുകയാണ്. സർക്കാരിന്റെ പുതിയ IT നിയമത്തിനെതിരെ വാട്സ്ആപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി നൽകിയിരുന്നു. സർക്കാരും പോലീസും നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ ഇന്ന് ട്വിറ്റർ പൊതുപ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് IT മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. ട്വിറ്റർ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും വാചകമടി നിർത്തി നിയമം പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയ്ക്ക് പൂട്ടുവീഴുമോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ S ജയശങ്കർ BJP പ്രതിനിധി, ശ്രീ SK സജീഷ് CPM പ്രതിനിധി, ശ്രീ ഋഷികേഷ് ഭാസ്കരൻ IT വിദഗ്ധൻ, ശ്രീ അൻവർ അരവിന്ദ് IT വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ NK പ്രേമചന്ദ്രൻ, കേന്ദ്ര സർക്കാരിന്റെ ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് പുറത്തു വന്നപ്പോൾ തന്നെ ഇത് ജനങ്ങളുടെ മൌലികാവകാശമായ സ്വകാര്യതയ്ക്കെതിരാണ് എന്ന വിമർശനം ഉയർന്നിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ഉപയോഗിച്ചു വരുന്ന സോഷ്യൽ മീഡിയ കമ്പനികളൊക്കെയും സ്വകാര്യതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന രാജ്യങ്ങൾ ആ നിലയ്ക്ക് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള കമ്പനികളാണ്. അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകളാണ് ഇപ്പോൾ ഇന്ത്യ വെച്ചിരിക്കുന്നതും. അപ്പോൾ ഈ നിബന്ധനകളൊക്കെ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ, അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ട്വിറ്റർ ആയാലും അംഗീകരിച്ചാൽ പൌരന്മാരെ സംബന്ധിച്ച് അവന്റെ അടിസ്ഥാന അവകാശമെന്ന് സുപ്രീം കോടതി പുട്ടസ്വാമി കേസിൽ വിധി പറഞ്ഞ സ്വകാര്യത പണയം വെക്കുന്നത് പോലെ ആകില്ലേ? 2017 പുട്ടുസ്വാമി കേസിലെ ജഡ്ജ്മെന്റിൽ, സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ സ്വകാര്യതാവകാശം മൗലികാവകാശമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് റൈറ്റ് ഓഫ് പ്രൈവസി അഥവാ സ്വകാര്യതാവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഗവൺമെന്റിനുണ്ട്, ഭരണകൂടത്തിനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66A ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 66A മൗലികാവകാശങ്ങളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നതിന്റെ ലംഘനമാണ് എന്ന് കണ്ടുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വകാര്യതാവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്ന നിഗമനത്തിൽ അല്ലെങ്കിൽ വിലയിരുത്തലിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് 118A എന്ന ഒരു പുതിയ വകുപ്പ് ഓർഡിനൻസ് മുഖാന്തരം എഴുതി ചേർത്തുകൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായി. അതിശക്തമായിട്ടുള്ള ബഹുജന സമ്മർദ്ദത്തെ തുടർന്ന് ഏകപക്ഷീയമായി ഓർഡിനൻസ് പിൻവലിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നിർബന്ധിതമായി. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പ്രതിഭാസം എന്താണ്? കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ കോവിഡ് പാൻഡമിക്കിന്റെ പേരിൽ ജനങ്ങളുടെ പൗരാവകാശങ്ങളെയും മൗലികാവകാശങ്ങളെയും ഏതെല്ലാം തരത്തിൽ നിരാകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്, ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഗൈഡ് ലൈൻസിനെ സംബന്ധിച്ച് ഇടനിലക്കാരുടെ മാർഗരേഖയും ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ്, അതുപോലെ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ധാർമ്മികതാ സംഹിതയും, ഇത് 3 മാസങ്ങൾക്ക് മുമ്പ് 2021 ഫെബ്രുവരി മാസം 25 പുറപ്പെടുവിച്ച ഈ കോഡും ഈ ഗൈഡ് ലൈൻസും അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് സത്യത്തിൽ ഇതിന്റെ സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് IT എക്സ്പേർട്സ് ആയി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട 2 സുഹൃത്തുക്കളും ഒരുപക്ഷെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റു ബഹുമാന്യ സഹപ്രവർത്തകരും ഒക്കെ അത് പറയുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, അതായത് ഒറിജിനേറ്ററിൽ തുടങ്ങി അവസാനം വരെയുള്ള ഇതിന്റെ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ്, അതാണല്ലോ വാട്സാപ്പ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, അതായത് ഞാനൊരു മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഗൂഗിളിലായാലും ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരൊരു പ്രത്യേകതരം കോഡിഫിക്കേഷൻ നടത്തി രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. അത് വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഭരണകൂടത്തിന് വായിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഈ പറയുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ സ്വകാര്യതാവകാശം എന്ന് പറയുന്നത് പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്വകാര്യതാവകാശം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടും. അത് തന്നെയാണ് മൗലികമായ വിഷയമായി ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രതലത്തിലുള്ള ചർച്ചയുണ്ടാകണം. ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ്, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ്
വിവരസാങ്കേതിക വിദ്യാ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഫെബ്രുവരി മാസം 25-ാം തീയതി വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. മതിയായ ചർച്ചകൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. രാജ്യസുരക്ഷയുടെ പേരിൽ അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഇതിന്റെ പേരിൽ ഒരിക്കലും മൗലികമായിട്ടുള്ള ഒരു പൗരന്റെ അവകാശത്തെ പൂർണ്ണമായും നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കോടതി ഇത് പരിഗണിച്ചുകൊണ്ടുള്ള വിധി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. തീർച്ചയായിട്ടും. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഋഷികേശ് ഭാസ്കരൻ, വാട്സാപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അത് സ്വകാര്യതയിലുള്ള നുഴഞ്ഞുകയറ്റമാകും, മനുഷ്യാവകാശ ലംഘനമാകും, നിരപരാധികളായ ജനങ്ങളെ എക്സ്പോസ് ചെയ്യലാവും, അവരെ ഒരു തരത്തിലുള്ള റിസ്കിൽ പെടുത്തലാവും. അതുകൊണ്ട് ഞങ്ങൾക്കത് സാധ്യമല്ല എന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ വാട്സാപ്പ് പറയുന്നത്. ഇപ്പോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്ലോസ്, ഈ നിയമം പാലിച്ചുകൊണ്ട് വാട്സപ്പിന് നിലവിലെ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? വാട്സപ്പിന് മാത്രമല്ല, അതുപോലെയുള്ള സമാനമായിട്ടുള്ള സ്വകാര്യതാ മാനദണ്ഡങ്ങളുള്ള ഏതെങ്കിലും കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇതിലിപ്പോ IT ഇന്റർമീഡിയറി ആക്ട് 2021 എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യപ്പെട്ട ഈ നിർദ്ദേശങ്ങളിൽ 4-ാമത്തെ സെക്ഷനിലുള്ള 4(2) എന്ന് പറയുന്ന ഇതിനകത്താണ് ഈ ഡ്യൂ ഡെലിജൻസിന് വേണ്ടിയിട്ട് ട്രേസബിലിറ്റിയുടെ കാര്യം പറയുന്നത്. ഈ ട്രേസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പൂർണ്ണമായും 100% കൃത്യതയോടുകൂടി ട്രേസബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയുണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെയും ഇത് അനുസരിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കാൻ എന്തുകൊണ്ടും വാട്സാപ്പ് പോലെയുള്ള സുരക്ഷിതം എന്ന് അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നതുമായ സർവീസുകൾക്ക് സാധ്യമല്ല. ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത് സിഗ്നൽ പോലത്തെ, വാട്സാപ്പ് പോലത്തെ സർവീസുകളിൽ ലോകമാകമാനം തന്നെ ഈ സുരക്ഷിതമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള പ്രൈവസി വയലേഷനുകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സന്ദേശ വിനിമയത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത് ജേർണലിസ്റ്റുകൾ മുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ ഉപയോഗിക്കണമെന്ന് നിഷ്കർഷയുള്ള രാജ്യങ്ങൾ തന്നെയുണ്ട്. അപ്പം അമേരിക്കയിലൊക്കെ ഈ സ്നോഡന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഭരണകൂടത്തിന്റെ സ്നൂപ്പിംഗ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്പൈയിങ് ഉണ്ടാവുന്നുണ്ട് എന്ന് മുതലായ നിർദ്ദേശങ്ങളോട് വെച്ചിട്ട് ഗാർഡിയൻ പോലെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെയും അവരുടെ ജേർണലിസ്റ്റുകളോട് പിന്തുടരാൻ പറയുന്ന തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ട് ഇത് ഭേദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച പോകണമെങ്കിൽ പോകാം. പക്ഷേ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ ഈ പറയുന്ന റൂളുകൾ പാലിച്ചുകൊണ്ട് വാട്സാപ്പിന് ഇവിടെ തുടരണം എന്ന് പറയുകയാണെങ്കിൽ ഇത് ലോകത്താകമാനമുള്ള അവരുടെ വാട്സാപ്പിന്റെ ഒരു ആർക്കിടെക്ചർ മാറ്റുകയും ഇതുമൂലം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള നിയമങ്ങളുമായിട്ട് അവർക്ക് ഏറ്റുമുട്ടൽ നടത്തേണ്ടി വരികയും ചെയ്യും. പ്രത്യേകിച്ച് GDPR പോലെയുള്ള യൂറോപ്യൻ പ്രൈവസി നിയമങ്ങളുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതകളും ഉണ്ട്. അതേ സമയത്ത് ഇതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രേസബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു മെസ്സേജ് അയച്ചത്, അതായത് ഫോർവേഡ് ചെയ്യപ്പെട്ട മെസ്സേജ് ഒറിജിനലി എവിടെ നിന്നാണ് ഉത്ഭവിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. ഇത് കണ്ടുപിടിക്കപ്പെടണമെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഗവൺമെന്റിന് ഏത് നിമിഷം വേണമെങ്കിലും വാട്സാപ്പിന്റെ അടുത്ത് ആവശ്യപ്പെടാം, ഇന്നൊരു മെസ്സേജിന്റെ ഒറിജിനേറ്ററിനെ കണ്ടുപിടിച്ച് തരുമെന്ന്. ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത് കോംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് നിലവിൽ വാട്സാപ്പിലൂടെ പോകുന്ന എല്ലാ മെസ്സേജുകളുടെയും ട്രാക്ക് കീപ്പ് ചെയ്യുകയും അതുപോലെ എന്ത് മെസ്സേജാണ് എന്നുള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് എന്നുള്ളത് കീപ്പ് ചെയ്യുകയും വേണ്ടി വരും. ഇത് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തുള്ള, അതായത് യൂറോപ്പിലാവട്ടെ മറ്റൊരു രാജ്യത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ പോലും ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഒരു ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയൊരു മാസ് സർവൈലൻസ് പ്രോഗ്രാമായി മാറുകയും ചെയ്യും. നമ്മുടെയൊക്കെ മെസ്സേജുകളിലേക്ക് മൂന്നാമതൊരാൾ ഒളിഞ്ഞു നോക്കുന്ന സാഹചര്യം വരും. വ്യക്തമാണ്. ശ്രീ ജയശങ്കർ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യ ആ രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന
സ്വകാര്യത എന്ന മൗലികാവകാശം, സ്വകാര്യത ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്, ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിന്റെ ഭാഗമായി വായിക്കേണ്ടതാണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടന ബെഞ്ച് വിധിച്ചതായതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. സ്വകാര്യത ഒരു ഭാഗത്ത്. രണ്ടാമത്തേത്, ഈ IT കമ്പനികൾക്ക് അവരുടെ മാനദണ്ഡങ്ങൾ ലോകവ്യാപകമായി നടപ്പാക്കേണ്ടതാണ്. ഇന്ത്യയിൽ മാത്രം ഉപയോക്താക്കളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഉപയോക്താക്കളുടെ സ്വകാര്യത കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ IT ഫേമിന് അല്ലെങ്കിൽ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിന് ഇന്റർമീഡിയറിക്ക് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമാകുമല്ലോ. അവർ മറ്റുള്ള ഇടങ്ങളിലുള്ള ഉപയോക്താക്കളോട് കൂടി സമാധാനം പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് വാട്സപ്പ് ആവട്ടെ, മറ്റ് ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളാകട്ടെ, അവർ എങ്ങനെയാണ് ഈ നിയമം, സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചട്ടം എങ്ങനെയാണ് പാലിക്കേണ്ടത്, അവരെങ്ങനെ പാലിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം ഇപ്പൊ ഈ കോവിഡ് മഹാമാരിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. കോവിഡ് മഹാമാരി തുടങ്ങിയ പിന്നെ ഈ ലോകത്ത് തന്നെ ഏതാണ്ട് ഈ സൈബർ ക്രൈംസ് 300 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ സൈബർ ക്രൈംസ് ആകമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതാണ്ട് ആവറേജ് ലോകത്ത് തന്നെ 15% എല്ലാ വർഷവും സൈബർ ക്രൈംസ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത്, പ്രത്യേകിച്ച് ഇപ്പൊ GDPR കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇപ്പൊ പേഴ്സണൽ ഡേറ്റ ആണെങ്കിലും സ്വകാര്യ ഡേറ്റയുടെ ലോ ആണെങ്കിലും ഇന്ത്യയിൽ ഇല്ല. ഇപ്പൊ അത് JPCയുടെ മുമ്പിലാണ് ആ ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ നിയമങ്ങളുടെ കാര്യത്തിൽ പിച്ചവെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് ഇത്തരം ക്രൈമുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോ ഇവിടെ പാനലിസ്റ്റ് പറഞ്ഞത് ഇത് ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഈ കമ്പനികൾ കടന്നു വരും എന്നാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് the intermediary will not be required to disclose the contents of any communication എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത് ഈ ഇന്റർമീഡിയറീസ്, അതായത് ഉദാഹരണത്തിന് ഇപ്പൊ വാട്സാപ്പ് പോലെയുള്ള കമ്പനികൾ ഇതിന്റെ ഒറിജിനേറ്ററെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അതെ, അവിടെയാണ് പ്രശ്നം. ശ്രീ ജയശങ്കർ, ഒറിജിനേറ്ററെ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും? ഒറിജിനേറ്ററെ മനസ്സിലാകണമെങ്കിൽ വാട്സപ്പിന് അല്ലെങ്കിൽ മറ്റൊരു ഇന്റർമീഡിയറിക്ക് മെസ്സേജുകൾ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ പറയുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ടു പേർക്കുമേ കിട്ടുകയുള്ളൂ എന്ന നമ്മുടെ ഈ മെസ്സേജിങ്ങിന്റെ സ്വകാര്യതയ്ക്കൊക്കെ ആധാരമായിട്ടുള്ള അടിസ്ഥാന തത്വം അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. എല്ലാ മെസ്സേജുകളും കമ്പയർ ചെയ്യുകയോ സ്റ്റോർ ചെയ്യപ്പെടുകയോ ചെയ്യാതെ ഒറിജിനേറ്ററെ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഡേറ്റയില് ഒരിക്കലും നമ്മൾ ഡേറ്റ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ആളുകളെ തമ്മിലുള്ള ഡേറ്റ ആരും വായിച്ചു നോക്കുന്നില്ല. ഈ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ടെക്നോളജി എന്താണ്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ആ കമ്പനികൾക്ക് വിട്ടുകൊടുക്കണം. അവിടുത്തെ ടെക്നോളജിസ്റ്റാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അതിന് പല മാർഗങ്ങളുണ്ടാവാം. ഇതിപ്പോ 66A കാര്യം ഇവിടെ പറഞ്ഞു. അതില് നമുക്കൊരാള് ഒരു മെസ്സേജ് അയക്കുന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വന്ന ഒരു വിഷയം പറഞ്ഞു. ആ വിഷയത്തിൽ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ വിഷയത്തിൽ തന്നെ നമുക്ക് ആരാണ് അയച്ചു തന്നത്, അവരാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുന്നത്. നമുക്ക് ഇതിനു മുമ്പ് ആരയച്ചു തന്നു. ഇപ്പൊ ഒരു വലിയ മെസ്സേജ്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു മെസ്സേജ് വരുന്നു, അത് 10,000 കണക്കിന് ആളുകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇപ്പൊ ഒരു 1,00,000 പേരിലേക്ക് കൈമാറ്റം ചെയ്തു എന്ന് വിചാരിക്കുക. 90,000 ആളിനെ അടുത്തുനിന്ന് പുറമോട്ട് നമ്മൾ കണ്ടുപിടിച്ച് ഒന്നാമത്തെ ആളിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പോലീസിനോ അങ്ങനെ ലോ എൻഫോഴ്സ് ചെയ്യാനോ ഒരു ഏജൻസിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ക്രൈമുകൾ ഇത്രയും വർദ്ധിക്കുന്നത്. നമ്മൾ വേറൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിൽ അന്വേഷിക്കപ്പെടുന്ന ചില കേസുകളിൽ തന്നെ അത് സാധ്യമായിട്ടുണ്ട്. നമ്മൾ തന്നെ എന്തിന് കേരളത്തിൽ പോലും ചില വാട്സപ്പ് ചാറ്റുകൾ ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ അൻവർ അരവിന്ദ്, ഈ പുതിയ റൂളിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം അഥവാ ട്രേസബിലിറ്റി ക്ലോസ് സ്വകാര്യതയെ ഒരു തരത്തിലും മാനിക്കുന്നതല്ല എന്നാണ് ഈ ഇന്റർമീഡിയറി കമ്പനികളുടെ എല്ലാം നിലപാട്. അവർക്ക് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇന്ത്യൻ നിയമം കംപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഞാൻ ഇതിലെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, പാരന്റ് ആക്ടിനനുസരിച്ച് വേണം ഏത് രീതിയിലും പുതിയ റൂൾസ് ഇറക്കാൻ. ഇത് അമെന്റ്മെന്റ് അല്ല, ഇത് ചട്ടങ്ങൾ മാത്രമാണ്. റൂൾസ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന ചട്ടങ്ങളാണ്.
അത് തന്നെ ഇന്ത്യയിൽ സാധാരണ രീതിയിൽ നടന്നു വരാറ് വ്യക്തമായ കൺസൾട്ടേഷനോട് കൂടി സിവിൽ സൊസൈറ്റിയിൽ നിന്ന് അഭിപ്രായങ്ങളും കമ്പനികളിൽ നിന്ന് അഭിപ്രായങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ അങ്ങനെയാണ് സാധാരണ രീതിയിൽ റൂൾസ് രൂപീകരിക്കാറുള്ളത്. ഇവിടെ ഉണ്ടായത് ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാത്ത റൂൾ ഫോർമേഷനാണ് ഉണ്ടായത്. ട്രേസബിലിറ്റി ഓൾറെഡി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അത് നോക്കാതെയാണ് അത് കഴിഞ്ഞൊരു വർഷം നിരവധി കേസുകൾ ഇതിന്റെ പുറത്ത് നടന്നിരുന്നു. അത് നോക്കാതെയാണ് പെട്ടെന്ന് കയറി ഒരു കൺസൾട്ടേഷനും ഇല്ലാത്ത ഈ ഒരു ഡ്രാഫ്റ്റ് പുറത്തു വിടുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ഇത് എക്സസീവ് ലെജിസ്ലേഷൻ ആണ്, പാരന്റ് ആക്ടിന്റെ ബാക്കിംഗ് ഇല്ലാത്ത ലെജിസ്ലേഷൻ ആണ്. അപ്പൊ ഞാൻ ഒരു ലോയർ അല്ല, അതേസമയത്ത് തന്നെ കേരള ഹൈക്കോടതിയിൽ ഇപ്പോ ഓൾറെഡി നമ്മുടെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായി തന്നെയുള്ള പ്രവീണ അരിമ്പ്രത്തൊടിയിൽ സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്ററിന്റെ പിന്തുണയോട് കൊടുത്ത പെറ്റീഷനിലും ഇത് തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പാരന്റ് ആക്ടിന്റെ പിന്തുണയില്ലാത്ത ഒരു ആക്ട് എന്ന് പറയുന്നതാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതായത് പാർലമെന്റ് വിചാരിക്കാത്ത അധികാരം ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയാണ് ഈ റൂൾ നമ്പർ 4.2 എന്ന് പറയുന്ന ട്രേസബിലിറ്റിയിലും ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂൾ എന്ന് പറയുന്ന റൂൾ നമ്പർ 4.4ലും സംഭവിക്കുന്നത്. അത് സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്ററിന്റെ പെറ്റീഷനിൽ പറയുന്നത് ഇത് തന്നെയാണ് വാട്സാപ്പും ഇപ്പോൾ പറയുന്നത്. വാട്സാപ്പും ഫേസ്ബുക്കും കൊടുത്ത പെറ്റീഷനും ഇത് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എടുക്കേണ്ട കാര്യം എപ്പോഴും പ്രാഥമികമായ റെസ്പോൺസിബിലിറ്റി എന്തിനാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. രണ്ടാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ്. പിന്നെ അതിനനുസരിച്ച് വരുന്നതാണ് നിയമങ്ങൾ. നിയമങ്ങൾക്ക് മീതെ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്നതാണ് ചട്ടങ്ങൾ. ചട്ടം നിയമം പാലിക്കുന്നില്ലെങ്കിൽ, ചട്ടം ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പ്രശ്നം. പിന്നെ വാട്സാപ്പിന്റെ അല്ലെങ്കിൽ ഇത് വാട്സാപ്പിനെ മാത്രം ബാധിക്കുന്ന വിവരങ്ങളല്ല. ട്രേസബിലിറ്റി എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത് ഒരു കമ്പനിയുടെ മാത്രം വിഷയമല്ല. അതായത് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ അവകാശങ്ങളിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർണർ സ്റ്റോൺ ആണ്, ഒരു പ്രധാനപ്പെട്ട മൂലക്കല്ലാണ് എൻക്രിപ്ഷനിലുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാള് അത് അറിയാതിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതിന്റെ ഡിജിറ്റൽ ഈക്വലന്റ് ആണ് എൻക്രിപ്ഷൻ. അപ്പോ ഇതിനുള്ള അൽഗോരിതങ്ങൾ ഉണ്ടായി വരുമ്പോൾ അൽഗോരിതങ്ങളുടെ ഭാഗമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഡെവലപ്പേഴ്സ് മനഃപൂർവ്വം തീരുമാനിച്ചെടുത്ത ഡിസിഷനാണ് ഒറിജിനേറ്ററെ ട്രാക്ക് ചെയ്യാത്ത ഡിസൈൻ വേണം. അപ്പോൾ ഡബിൾ റാച്ചറ്റ് അൽഗോരിതം എന്നാണ് ഈ അൽഗോരിതം അറിയപ്പെടുന്നത്. ഇത് ലോകത്ത് ഒരു രാജ്യത്തും ട്രേസബിലിറ്റി റിക്വയർമെന്റ് ഇല്ല. ലോകത്ത് അതായത് നിങ്ങൾ ഓരോ മെസ്സേജ് അയക്കുമ്പോഴും ആ മെസ്സേജിന്റെ ഒപ്പം ഒറിജിനേറ്റർ ആരാണ് എന്ന വിവരം കൂടി ചേർത്ത് വെക്കണം എന്നാണ് ഇതിന്റെ ആവശ്യം. ഇത് എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് ലോ എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്ക് ഓൾറെഡി വാട്സാപ്പിലാണ് നിങ്ങൾക്ക് നോക്കിയറിയാം. whatsapp.com/records എന്നിട്ട് ഒരു URL ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റിന് വളരെ കൃത്യമായിട്ട് ഒഫീഷ്യലി ഓതറൈസ്ഡ് ആയ കോമ്പീറ്റന്റ് അതോറിറ്റികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാം. നിങ്ങൾ അതുപോലെ തന്നെ സ്പാമായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ വാട്സാപ്പിന് സ്പാം എന്ന് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഹരാസ്മെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതേപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റിനെ കംപ്ലൈ ചെയ്യുന്ന മെക്കാനിസംസ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഗവൺമെന്റുകൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള മെക്കാനിസംസ് ഈ കമ്പനികൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത് ഉണ്ടാവുന്നത് ഇന്ത്യക്കാരുടെ കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സിന്റെ മീതിയുള്ള കോംപ്രമൈസ് ആണ്. ചെറിയൊരു കാര്യം പറഞ്ഞ് കൊണ്ടുവരാൻ നോക്കുന്നത്. അത് പുട്ടുസ്വാമി 1 എന്ന് പറയുന്ന ഇന്ത്യയുടെ റൈറ്റ് ടു പ്രൈവസി ജഡ്ജ്മെന്റിൽ 9 അംഗ സുപ്രീം കോടതി ബെഞ്ച് കൊണ്ടുവന്ന ഇതിനെ വിധിക്കെതിരാണ് ഈ സാധനം. അവര് പറയുന്നത് ലീഗാലിറ്റി, അതുപോലെ തന്നെ റീസണബിൾനെസ്, അതുപോലെ തന്നെ ഇതെല്ലാം പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ആനുപാതികതയുടെ സിദ്ധാന്തം. ഇതിനനുസരിച്ച് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യണമെന്നും മൊബൈലും ആധാറും ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി എടുത്ത് കളയാനുള്ള കാരണം കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഈ പരിപാടിയൊന്നും ആവശ്യമില്ല. ഇത് രാജ്യത്തെ എല്ലാവരെയും കൂടി സർവൈലൻസ് നടത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ ഉപഭോക്താക്കളുടെയും എല്ലാ മെസ്സേജുകളുടെയും മീതെ ഒറിജിനേറ്റഡ് ഇൻഫർമേഷൻ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 1% താഴെ വരുന്ന പ്രശ്നങ്ങളെ തടയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഡിസ്കഷൻ. രണ്ടാമത്തെ ടൈമിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പാൻഡമിക്കിന്റെ നടുക്കിലാണ്. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഇത് പലപ്പോഴും പരാജയപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഗവൺമെന്റുകളെക്കാൾ കൂടുതൽ ആൾക്കാർ ലൈഫ് ലൈനായിട്ട് അവർ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഗവൺമെന്റിന്റെ വറി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഇമേജ് മാത്രമാണ്. അതായത് ഇന്ത്യൻ വേരിയന്റ് എന്ന് പറയുന്ന എല്ലാ ട്വീറ്റും നിങ്ങൾ സെൻസർ ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പൊളിറ്റിക്സിലേക്ക് വരാം വിശദമായി തന്നെ. ട്വിറ്ററിന്റെ കാര്യം സവിശേഷമായി ചർച്ച ചെയ്യാനുമുണ്ട്.
ശ്രീ SK സജീഷ്, ഗവൺമെന്റ് വിശദീകരിക്കുന്ന കാര്യം ധാരാളം വ്യാജ വാർത്തകൾ, കള്ളപ്രചാരണങ്ങൾ ഇവയൊക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് ഉണ്ടാവുന്നത്. ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയാത്ത പല കാര്യങ്ങൾ, അതിപ്പോൾ ടെക്സ്റ്റ് രൂപത്തിലാവട്ടെ, വീഡിയോ രൂപത്തിലാവട്ടെ, ചിത്രങ്ങൾ രൂപത്തിലാവട്ടെ പ്രചരിക്കുന്നു. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അവരെ പാനിക്കാക്കുന്നു, ചിലയിടത്ത് കലാപം ഉണ്ടാക്കാനോ അക്രമം ഉണ്ടാക്കാനോ പോലും ഇടയാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് ആരാണ് ഈ മെസ്സേജ് ആദ്യം തയ്യാറാക്കിയത്, ആരാണ് ഈ മെസ്സേജിന് പിറകിൽ എന്ന് കണ്ടെത്താൻ ഇങ്ങനെ ഒരു സംഗതി അനിവാര്യമാണ്. അതുകൊണ്ടാണ് IT റൂൾസ് ഇങ്ങനെ പുതിയ ചട്ടം രൂപീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. ആ തരത്തിൽ നമ്മളൊരു വല്ലാത്ത കാലത്ത് കള്ളപ്രചരണങ്ങളുടെ ഒക്കെ നടുവിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അനിവാര്യമാണോ? അല്ല, നമ്മൾ കാണേണ്ടത്, ശ്രീ അഭിലാഷ് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാം. ശ്രീ അഭിലാഷ്, നമ്മൾ കാണേണ്ടത് രാജ്യത്ത് ഇവർ ഓരോ കരിനിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴും ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങൾ കശാപ്പ് ചെയ്യുമ്പോഴും അവർ ഇത്തരം ചില വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. കള്ളപ്പണം പിടിക്കാനാണ്, കള്ളനോട്ട് ഇല്ലാതാക്കാനാണ് എന്ന് പറഞ്ഞവർ നോട്ട് നിരോധിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷദ്വീപിലെ ജനങ്ങളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവരെ ആശുപത്രിയിലെത്തിക്കാനുള്ള എയർ ആംബുലൻസ് സംവിധാനം പോലും ഇല്ലാതാക്കുന്ന കാഴ്ച ഒരു വശത്ത് നമ്മൾ കാണുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ പലതായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ജനാധിപത്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടപെടലും എല്ലാം ഭയമുള്ളതാണ്. അവർ ഏകാധിപത്യത്തിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരം മുഴുവൻ കവർന്നെടുത്ത് തങ്ങൾക്കെതിരായി ഒരു ശബ്ദവും ഉണ്ടാകരുത് എന്ന് കരുതുന്നവരാണ്. അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ മാധ്യമങ്ങളെയും അവർക്ക് നിയന്ത്രിക്കാൻ ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ വെച്ച് സംവിധാനങ്ങളുണ്ട്. പത്രങ്ങളായാലും മറ്റ് ടെലിവിഷൻ ചാനലുകളായാലും മറ്റെല്ലാം ആയാലും അതിനെ നിയന്ത്രിക്കാൻ സംവിധാനമുണ്ട്. പക്ഷേ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കുറച്ചുകൂടി ജനാധിപത്യപരമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നത് അവരെ വല്ലാത്ത അസ്വസ്ഥരാക്കുകയാണ്. ആ അസ്വസ്ഥതയിൽ നിന്നാണ് ജനാധിപത്യ വിരുദ്ധമായി നമ്മളിവിടെ നേരത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഒന്ന്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2020 ചുവട് പിടിച്ചുകൊണ്ട് പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെ ഇത്തരം ഒരു ചട്ടം രൂപപ്പെടുത്തിയെടുക്കുകയാണല്ലോ. പാർലമെന്റിന് എന്ത് വിലയാണുള്ളത് ഇന്ത്യയിൽ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരികയാണ്. എന്തിനാണ് പാർലമെന്റ്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് എന്നെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ? അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ, സാഹചര്യങ്ങൾ പരിഗണിക്കാതെ തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുക, അതെല്ലാം തങ്ങൾ ഇങ്ങ് പിടിച്ചെടുക്കുക, എന്നിട്ട് തങ്ങളിലൂടെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിലെ ലക്ഷ്യം. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ end-to-end എൻക്രിപ്ഷൻ അത് ഇല്ലാതാകുന്നതോടുകൂടി, അത് ഒഴിവാകുന്നതോടുകൂടി എല്ലാവരുടെയും ഈ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും സ്വകാര്യത നഷ്ടമാവുകയാണ്. അത് നഷ്ടമാകുന്നതെന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതിനെ പരിശോധിക്കാൻ വേണ്ടി 3 തലത്തിലുള്ള ത്രിതല സംവിധാനം വരുന്നു. ഒന്ന് കമ്പനി തന്നെയാണ്, രണ്ടാമത്തേത് വിരമിച്ച ഒരു ജഡ്ജിയും അതുപോലെ തന്നെ ഉൾപ്പെടെ 6 പേർ ചേർന്നിട്ട്, പിന്നെ IT മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇവരാണ് ഇതിനെ മേൽനോട്ടം വഹിക്കുന്നത്. നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ നമുക്കറിയാം, വിരമിച്ച ജഡ്ജിമാർ അവരെല്ലാം എങ്ങോട്ട് പോകുന്നു? പലരും RSS കാര്യാലയത്തിൽ നിന്നുള്ള തീരുമാനപ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. ഇവർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാരാണ് എന്നൊക്കെ നമുക്ക് കാണാം. ഇപ്പോ ആയുഷിന്റെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി RSSനെ ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുകയല്ലേ? സേവാഭാരതിയെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയല്ലേ? അപ്പോൾ എല്ലാം ഇവർ കീഴ്പ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അണിയറ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇനിയൊരു ശബ്ദവും ഉണ്ടാകരുത്. ഇപ്പോ നമുക്കറിയാം, ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം അപ്പുറം കാശ്മീരിലുണ്ട്. അവർക്ക് അവരുടെ ശബ്ദം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ നിരവധി വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ. ഞാൻ വരാം ശ്രീ SK സജീഷ് താങ്കളിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇവിടെ ഉള്ള ഒരു മൗലികമായ പ്രശ്നം, ഇപ്പൊ ഇവിടെ അനിവർ സൂചിപ്പിച്ചു, മാതൃ നിയമത്തിന്റെ, അതായത് IT ആക്ടിന്റെ പിന്തുണ ഇല്ലാത്ത ചട്ടമാണ് ഇത് എന്ന്. എനിക്ക് അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ ഇവിടെ പറയാൻ തോന്നുന്നത്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉണ്ടല്ലോ, മൗലികാവകാശങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് സാധ്യമല്ലാത്തതാണ്. അങ്ങനെ ഇരിക്കെ മൗലികാവകാശം എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ അതിനെ ഉല്ലംഘിച്ചുകൊണ്ട്, പൗരന്റെ മൗലികാവകാശത്തെ ഉല്ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങളുടെ രൂപത്തിൽ, ഓർഡറിന്റെ രൂപത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയും അതിന് ഈ IT കമ്പനികളെ വിധേയമാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു ചോദ്യമല്ലേ?
ആദ്യ ഭാഗത്തെ എൻ്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞവസാനിപ്പിച്ച വാചകമാണ് ഇപ്പോൾ അഭിലാഷ് എന്നോട് ചോദിക്കുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം അത് തന്നെയാണ്. നേരത്തെ ഇവിടെ സജീഷും വിശദീകരിച്ചു. IT ആക്ട് എന്ന് പറയുന്ന പേരന്റ് ആക്ട് അല്ലെങ്കിൽ ഒറിജിനൽ ആക്ട്, മാതൃ നിയമം, നമുക്കറിയാം. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള നിയമത്തിന്റെ മാതൃ നിയമത്തിന് അനുരോധമായി മാത്രമേ ചട്ടങ്ങളും റെഗുലേഷൻസും ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇവിടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ് ഓഫ് ലെജിസ്ലേഷന്റെ അട്ടർ വയലേഷനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയാം. സെക്ഷൻ 66 എന്ന് പറയുന്ന IT ആക്ടിന്റെ 66-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് 66A കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തിയ സ്വകാര്യതാവകാശത്തെ പോലും ഹനിക്കുന്ന നിലയിലുള്ള ഇടപെടൽ നടത്തുന്ന നിലയിൽ IT ആക്ട് ഭേദഗതി ചെയ്തതിനെയാണ് സുപ്രീം കോടതി നിരാകരിച്ചുകൊണ്ട് സ്വകാര്യതാവകാശം പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് പുട്ടുസ്വാമി കേസിലെ ജഡ്ജ്മെന്റ് നിലനിൽക്കുമ്പോൾ അവിടെയും ആ ചട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഒറിജിനൽ ആക്ടിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഉല്ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ ബ്യൂറോക്രസിയാണ് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്, റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. ആ റൂൾസും റെഗുലേഷൻസും പിന്നീട് പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിൽ പ്ലേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിക്ക് അത് സ്ക്രൂട്ടിനി ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാം. ആ റിപ്പോർട്ടിന്മേലൊന്നും ഒരു നടപടിയും പലപ്പോഴും ഗവൺമെന്റ് ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് 4.2 and 4.4 ഈ രണ്ട് ചട്ടങ്ങളും സ്വകാര്യതാവകാശത്തിന്റെ ലംഘനമാണ്. മാതൃനിയമമായിട്ടുള്ള വിവരസാങ്കേതിക നിയമം അഥവാ ഒറിജിനൽ IT ആക്ടിൽ പറയുന്ന പ്രൊവിഷന്റെ അട്ടർ വയലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ചട്ടങ്ങൾ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കത്തക്കതല്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞതാണ്. സ്വകാര്യതാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മൗലികാവകാശത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായിട്ടുള്ള ഒരു പൗരന്റെ അവകാശത്തെ ചട്ടം മുഖാന്തരം നിഷേധിക്കാൻ, നിരാകരിക്കാൻ കഴിയില്ല. ഇനി ഗവൺമെന്റിന് ആഗ്രഹമുണ്ടെങ്കിൽ IT ആക്ട് ഭേദഗതി ചെയ്യാം. അതിനകത്തൊരു തർക്കവുമില്ല. IT ആക്ട് ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ വരണം. വിഷയം പാർലമെന്റിന്റെ മുമ്പാകെ അവതരിപ്പിക്കണം. പാർലമെന്റ് ചർച്ച ചെയ്യണം. അതാണ് വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് പാർലമെന്റാണ്. ജനാഭിലാഷം പ്രകടമാകുന്നത് പാർലമെന്റിലാണ്, നിയമസഭയിലാണ്. ആ നിയമസഭയെയും പാർലമെന്റിനെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ചട്ടങ്ങളിലൂടെ ജനാധിപത്യപരമായിട്ടുള്ള പൗരാവകാശങ്ങളെയും മൗലികാവകാശങ്ങളെയും ലംഘിക്കുന്ന ഒരു കീഴ്വഴക്കം 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി തുടരുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാൻ കഴിയും. ഗ്രീൻ ട്രൈബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ആ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചിറകരിഞ്ഞ് അധികാരമില്ലാത്ത ഒരു ബോഡിയാക്കി മാറ്റിയത് ചട്ടരൂപീകരണത്തിലൂടെയാണ്. നിരവധി ചട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ്, റൂൾസ് ഫ്രെയിം ചെയ്തുകൊണ്ടാണ്. ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആക്ടിനെ ഓവർ റൈഡ് ചെയ്യുന്ന നിലയിൽ, ആക്ടിനെ അതിലംഘിക്കുന്ന നിലയിൽ, ഓവർ റൈഡ് ചെയ്യുന്ന നിലയിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ആ ചട്ടങ്ങൾ അസാധുവായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമം. ഒരിക്കലും മാതൃ നിയമത്തെ അതിലംഘിച്ചുകൊണ്ട്, ഉല്ലംഘിച്ചുകൊണ്ട്, ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു ചട്ടം ഉണ്ടാക്കാൻ പാടില്ല, റെഗുലേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ COVID-19 പശ്ചാത്തലത്തിൽ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. COVID-19 മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വലിയ തോതിൽ പരാജയപ്പെട്ടു. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. പ്രധാനമന്ത്രി തന്നെ പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല, ഇന്നലകളിൽ ഏറ്റവും കൂടുതൽ മോദി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും പിന്തുണച്ച ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ, സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഉള്ളവർ, അവരെല്ലാം അതിശക്തമായ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടുക, വിയോജിപ്പിന്റെയും വിമർശനത്തിന്റെയും സ്വരത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന 3 ചീഫ് കംപ്ലയൻസ് ഓഫീസർ, നാഷണൽ കോൺടാക്ട് പേഴ്സൺ, റെസിഡന്റ് ഗ്രീവൻസ് ഓഫീസർ എന്ന് പറയുന്ന 3 ഇന്ത്യയിലെ പൗരന്മാരെ നിയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക സംവിധാനം, നേരത്തെ പ്രതിപാദിച്ച 6 അംഗ സമിതിയുടെ നിരീക്ഷണം. ഇനി എന്താണ് അൺലോഫുൾ മെസ്സേജ്, ആര് നിശ്ചയിക്കും, ആര് തീരുമാനിക്കും? ഈ സമിതി തീരുമാനിക്കും.
അവിടെയാണ് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഈ ചട്ടങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഒറിജിനേറ്റർ ഓഫ് അൺലാഫുൾ മെസ്സേജ് അത് തീർച്ചയായും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ 100 വട്ടം ചിന്തിക്കണം. പാർലമെന്റ് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്. വ്യക്തമാണ് ആ നിലപാട്. ഇവിടെ ശ്രീ ജയശങ്കർ നോക്കൂ, ഫെബ്രുവരി മാസം മുതൽ ട്വിറ്റർ നേരിടുന്ന വേട്ടയാടലുകൾ ഏത് തരത്തിലാണെന്ന്. കഴിഞ്ഞ ദിവസം പോലീസ് ചെന്നു അവരുടെ ഡൽഹിയിലെ ഓഫീസിൽ. ഇന്ന് ട്വിറ്റർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഒരു റിജോയിൻഡർ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഇന്റിമിഡേഷൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. അതിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മറുപടി നിങ്ങൾ വാചകമടി നിർത്തി ഇവിടുത്തെ നിയമം പാലിക്കാൻ നോക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പുളകം കൊള്ളുന്ന ആളുകളാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ അഭിപ്രായം പറയാനുള്ള പ്ലാറ്റ്ഫോമുകളെ ഞെരുക്കുക, അവരെ ശ്വാസം മുട്ടിക്കുക, സർക്കാർ വിലാസം കാര്യങ്ങൾ മാത്രം മതി എന്ന് അവരെ നിർബന്ധിക്കുക, ഇതല്ലേ നടക്കുന്നത്. ഇതിന്റെ ഈ സാങ്കേതികത്വത്തിനപ്പുറത്ത് വിമർശനം വരുന്നു, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ വിഷയം. അതല്ല വിഷയം. ഇപ്പൊ ട്വിറ്ററിനെ സംബന്ധിച്ച് ഈ അടുത്തിടയ്ക്ക് ഒരു കോൺഗ്രസിന്റെ ഒരു ടൂൾ കിറ്റ് അത് പുറത്തു വരികയുണ്ടായി. അത് കോൺഗ്രസ് നിഷേധിച്ചു, അത് അവരുണ്ടാക്കിയതല്ല. അപ്പോ BJPയുടെ പല നേതാക്കളും അത് ട്വീറ്റ് ചെയ്തു ആ വിഷയം. അപ്പോ ട്വിറ്റർ എടുത്ത നിലപാടാണ്, ട്വിറ്റർ ഏകപക്ഷീയമായിട്ട് പറഞ്ഞു ഇത് മാനിപ്പുലേറ്റഡ് കണ്ടന്റ് ആണ്. യഥാർത്ഥത്തിൽ അത് മാനിപ്പുലേറ്റഡ് കണ്ടന്റ് ആണ്. അവിടെയാണ് വിഷയമാണ്. അവർ കേസിന് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു ഡിസ്പ്യൂട്ടഡ് കണ്ടന്റ് ആണ്. പക്ഷെ ട്വിറ്റർ എല്ലാ രാജ്യത്തെയും പോലെ ഇന്ത്യയിലും അവർ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആ കസേരയിൽ ഇരിക്കുമ്പോൾ, ഡൊണാൾഡ് ട്രംപ് ഇരിക്കുമ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു വക്താവ് മാത്രമാണ്. സംബിത് പാത്ര എന്ന വ്യക്തി ട്വീറ്റ് ചെയ്ത കാര്യം വസ്തുതയല്ല എന്ന് ട്വിറ്റർ പറഞ്ഞു. അതിനെന്താണ് കുഴപ്പം? അപ്പോൾ അതിന് അവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടും എന്നുള്ള നില വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബുൾഡോസൈസ് ചെയ്യുന്ന അവസ്ഥ വരുന്നത്. അങ്ങനെയല്ല. പല രാജ്യങ്ങളിലും ഇപ്പോ സിംഗപ്പൂരാണ്, നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. സിംഗപ്പൂർ ഗവൺമെന്റ് ഫേസ്ബുക്കിനെ അവരുടെ രാജ്യ സുരക്ഷ, അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, അവരുടെ രാജ്യത്തിന്റെ ഇമെയിൽ, ഇതൊക്കെയാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് പരമപ്രധാനം. അതിന് വിഘാതം നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമാണല്ലോ. ഇവിടെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ സർക്കാരിന്റെ ഇമേജിനേക്കാൾ വലുതാണ് സാർ. ജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറുതെ ആരോ ഔദാര്യം തരുന്നല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ 19(1) അനുച്ഛേദം അനുസരിച്ച് എന്റെയും താങ്കളുടെയും ഈ ഇരിക്കുന്ന എല്ലാവരുടെയും നമ്മുടെ മുഴുവൻ നാട്ടുകാരുടെ അവകാശമാണ്. സർക്കാരിന്റെ ഇമേജിന് മോശമാണെന്ന് കരുതി പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് BJP നേതാക്കളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത് BJPക്കെതിരെയുള്ളത്, മോദിക്കെതിരെയുള്ളത് മാത്രം. ഞങ്ങളുടെയും ശബ്ദം അവിടെ ഉണ്ട്. ഞങ്ങളുടെ ശബ്ദവും ഈ പറഞ്ഞ കൂട്ടണിക്കൊക്കെ വിധേയമാകുന്ന ശബ്ദങ്ങൾ തന്നെയാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ശബ്ദം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 2, ഇത് മാതൃനിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ നിയമത്തെ കാണാനെന്ന് പറഞ്ഞു. 2000-ലാണ് മാതൃനിയമം വന്നത്. ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇന്റർനെറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെയധികം സ്പീഡിൽ ഡെവലപ്പ് ചെയ്തു വരുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങൾ മാറ്റണം. എല്ലാ രാജ്യങ്ങളും സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമാണല്ലോ 66A സുപ്രീം കോടതി റിവോക്ക് ചെയ്തത്. 2017-ലാണ് പുട്ടസ്വാമി കേസിലെ ഉത്തരവ് വരുന്നത്. 2017 ഈ പറയുന്ന എല്ലാ മീഡിയയും വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് പുട്ടസ്വാമി കേസിൽ സ്വകാര്യത മൗലികാവകാശമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞത്. അതേസമയം ഈ നിയമത്തിൽ കുറച്ചും കൂടെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ്, ഒരു അമെന്റ്മെന്റ് ആണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതെങ്ങനെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആവും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളെല്ലാവരും ആരയക്കുന്ന വാട്സപ്പ് സന്ദേശവും അല്ലെങ്കിൽ ആരയക്കുന്ന സിഗ്നൽ സന്ദേശവും അല്ലെങ്കിൽ ഏത് ഇന്റർമീഡിയറി വഴി ആര് നടത്തുന്ന കമ്മ്യൂണിക്കേഷനും നിരീക്ഷണത്തിന് കീഴിലാണെങ്കിൽ അവ വിലയിരുത്തപ്പെടാൻ പോവുകയാണെങ്കിൽ പിന്നെ സ്വകാര്യത എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാവുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാം മെസ്സേജ് വായിച്ചു നോക്കാനുള്ള അവകാശം ഭരണകൂടത്തിന് കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ് സാർ? ഈ നിയമത്തിന്റെ ഏത് ഭാഗത്താണ് അങ്ങനെ പറയുന്നത്? മൂന്നാമത്തെ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ കംപ്ലൈ ചെയ്യേണ്ട ട്രേസബിലിറ്റി ക്ലോസ് എന്താണ്? ട്രേസബിലിറ്റി ക്ലോസ് കൃത്യമായിട്ടും അതാണ്. ഒരു മെസ്സേജിന്റെ ഒറിജിനേറ്റർ ആരാണ് എന്ന്
വ്യക്തമാക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട കമ്പനിക്കുണ്ട്. ട്രേസബിലിറ്റി ക്ലോസ് പിന്നെ എങ്ങനെ നടപ്പാക്കും ഈ കമ്പനി? നമ്മുടെയൊക്കെ മെസ്സേജ് വായിച്ചു നോക്കാതെ അല്ലെങ്കിൽ മെസ്സേജ് സ്റ്റോർ ചെയ്യാതെ എങ്ങനെയാണ് ട്രേസബിലിറ്റി ക്ലോസ് നടപ്പാക്കുക? അവരയച്ച മെസ്സേജുകളോ മറ്റു കാര്യങ്ങളോ തീർത്തും വായിക്കാൻ പാടില്ല എന്ന് നിയമത്തിലുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് മോദിക്കെതിരെ, മോദി ജനങ്ങളെ അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശദീകരിച്ച് തന്നാൽ മതി. എങ്ങനെയാണ് ട്രേസബിലിറ്റി ക്ലോസ്, എങ്ങനെയാണ് ട്രേസബിലിറ്റി ക്ലോസ് വാട്സാപ്പ് ആവട്ടെ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ആവട്ടെ അവരെങ്ങനെയാണ് ഇത് പാലിക്കുക? എങ്ങനെയാണ് അവര് ഇതിന്റെ ഒറിജിനേറ്ററെ കണ്ടെത്തുക? എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ ഉള്ള മെസ്സേജിൽ എങ്ങനെയാണ് ഒരു മെസ്സേജിന്റെ ഒറിജിനേറ്ററെ കണ്ടെത്തുക? ഈ മെസ്സേജ് വായിച്ചു നോക്കാതെ അല്ലെങ്കിൽ മെസ്സേജിന്റെ കണ്ടന്റ് സ്റ്റോർ ചെയ്യുകയോ കമ്പയർ ചെയ്യുകയോ അറിയുകയോ ചെയ്യാതെ എങ്ങനെയാണ് ഈ കമ്പനിക്ക് നമുക്ക് ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയാൻ കഴിയുക? ഇപ്പോ ശരി, ഒരു മെസ്സേജിന്റെ ഒറിജിനേറ്റർ ആരാണെന്ന് വാട്സാപ്പ് പറഞ്ഞു തരണം. എങ്ങനെ വാട്സാപ്പ് അത് പറഞ്ഞു തരും? അവർ ഈ മെസ്സേജ് അവരുടെ ഒരു തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാതെ. അവിടെയാണ് സാർ പ്രശ്നം. അങ്ങേക്ക് മനസ്സിലാവാത്തതല്ലോ. അല്ല, അതുകൊണ്ടല്ല, ആ ഐഡന്റിറ്റി പോലും അവർക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഐഡന്റിറ്റി വെക്കാം. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ മാത്രം, ഇങ്ങനെ ഒരു കേസ് അവരുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് ആ ഒറിജിനേറ്ററുടെ ID മാത്രം, ആ ഒറിജിനേറ്റർ ആരാണെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, വിദേശ രാജ്യത്ത് നിന്ന് ഒരാൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കി, രാജ്യവിരുദ്ധമായതോ അല്ലെ അശ്ലീലത നിറഞ്ഞതോ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഇന്ത്യയിലെ ഒരാൾക്ക് അയക്കുന്നു. ഇന്ത്യയിലെ ആള് അത് 100 പേർക്ക് അയക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അത് ലഭിച്ചതിന് ശേഷം അത് ഫോർവേഡ് ചെയ്ത ആളാണ് കുറ്റക്കാരൻ. അപ്പോ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ അതൊക്കെ സാധ്യമാവുന്ന കാര്യമാണല്ലോ. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ ഒരാളും കണ്ടുപിടിക്കപ്പെടാതിരുന്നിട്ടില്ല. വകുപ്പുകളുണ്ട്. ശിവശങ്കർ സ്വപ്നയ്ക്ക് അയച്ച മെസ്സേജ്, ചാർട്ടേഡ് അക്കൗണ്ടിന് വേറെ ആൾക്ക് അയച്ച മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ ഈ മെസ്സേജിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വെച്ച്. ഈ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊണ്ട് കൊടുത്തതല്ലേ ഓരോന്നിന്റെയും വെർബാറ്റും. അപ്പോ ഇതൊന്നും കിട്ടാത്തതൊന്നുമല്ല. ശ്രീ അൻവർ അരവിന്ദ്, ഇതുവരെ ഇന്റർമീഡിയറീസിന് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. IT ആക്ടിന്റെ സെക്ഷൻ 79 സംരക്ഷണം ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആ പ്ലാറ്റ്ഫോമിൽ വന്നു എന്നുള്ളത് കൊണ്ട് ആ പ്ലാറ്റ്ഫോം കുറ്റക്കാരാകില്ലായിരുന്നു. ഇവിടെ ഇപ്പോ ട്വിറ്ററിന്റെ ഓഫീസ് പരിശോധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. ഈ കമ്പനികൾക്കൊക്കെയും അവരുടെ ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ ഇന്ത്യയിലെ ജീവനക്കാർ കേസുകളിൽ പ്രതികളാകുമോ, പോലീസ് കേസ് നേരിടേണ്ടി വരുമോ തുടങ്ങിയ പേടിയുണ്ട്. ഇങ്ങനെയുള്ള സംരക്ഷണം കൂടി ഈ പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ച് നഷ്ടമാകുമ്പോൾ സർക്കാരുകൾക്ക് കീഴ്വഴങ്ങി നിൽക്കണം, ഭരണകൂടത്തിന് കീഴ്വഴങ്ങി നിൽക്കണം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയല്ലേ? അത് തന്നെയാണ് ഉണ്ടാവുന്നത്. അതായത് ഈ നിയമങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ ആശയപ്രകാശന സ്വാതന്ത്ര്യം ഇന്ന് കൂടുതലായിട്ട് ഡിജിറ്റലായിട്ട് സംഭവിക്കുന്ന കാലത്ത് അതിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. പക്ഷെ ആ നിയമവ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അതോറിറ്റേറിയൻ ഗവൺമെന്റിനെയും അതിന്റെ നെറേറ്റീവിനെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. നമുക്ക് കുറച്ചാൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ റിസൈൻ മോഡി എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിലുള്ള പോസ്റ്റുകൾ മുഴുവൻ കാണാതിരിക്കുന്നു. അപ്പോ അതിനെപ്പറ്റി ഫേസ്ബുക്ക് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അവർ പിന്നീട് പറയുകയും റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. അത് അങ്ങനെ ഒരു ഹാഷ്ടാഗ് ആയതുകൊണ്ട് നാട്ടുകാർ തിരിച്ചറിയും. നമ്മുടെ ഈ IT റൂൾസിൽ പറയുന്ന ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂളുകൾ, അതായത് ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂളുകൾ എന്ന് പറയുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കണ്ടന്റും അതുപോലത്തെ വിഷയങ്ങൾ വെച്ചിട്ടാണ് കമ്പനികളോട് ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂളുകൾ ഉണ്ടാക്കണം എന്ന് പറയും. പക്ഷെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഈ ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂളുകൾ എവിടെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള ഒരു ഉദാഹരണമായിരുന്നു ഈ സംഭവം. അതായത് ഗവൺമെന്റ് നറേറ്റീവ് അല്ലാത്ത ഒരു സാധനത്തെ ടേക്ക് ഡൗൺ ചെയ്യാൻ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അപ്പോ അത് ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും തുടങ്ങിയ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ ഫൈറ്റ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ബിഗ് ടെക് വേഴ്സസ് ഗവൺമെന്റ് അല്ല എന്നാണ്. ഇത് ജനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സ് വേഴ്സസ് ഗവൺമെന്റ് ആണ് നടക്കുന്നത്. ഗവൺമെന്റിന് ബിഗ് ടെക്കിനെ കൺട്രോൾ ചെയ്യണം, നരേറ്റീവിനെ കൺട്രോൾ ചെയ്യണം. പക്ഷേ മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ പലതും പ്രൈവസി ഫോക്കസിൽ നടത്തുന്ന നോൺ പ്രോഫിറ്റ് ഇനീഷ്യേറ്റീവുകൾ കൂടിയാണ്. അപ്പോ ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഈ ആപ്ലിക്കേഷനുകൾ സിഗ്നൽ പോലെയോ അല്ലെങ്കിൽ മാട്രിക്സ് പോലെയൊക്കെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിനെ ഞങ്ങൾക്ക് കിട്ടുന്നു എന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും അവർക്കില്ല. അത് ആ ടെക്നോളജി ഡെവലപ്മെന്റും സിഗ്നൽ ഉണ്ടാക്കിയ ടെക്നോളജിയാണ് വാട്സാപ്പ് അടക്കം ഉപയോഗിക്കുന്നത്. അപ്പോ അത് നിർമ്മിക്കപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യക്കാരുടെ കമ്മ്യൂണിക്കേഷൻ റൈറ്റ്സിന് അവർക്ക് സ്വയം സെക്യൂർ ആവാനുള്ള അധികാരത്തെ ഗവൺമെന്റ് നിഷേധിക്കുന്നു എന്നതുകൂടിയാണ്. യെസ്, അതാണ് പ്രശ്നം. ശ്രീ ഋഷികേശ്,
നോക്കൂപ്പോ സർക്കാർ പല രൂപത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുന്ന കാലമാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കട്ടയിലിടങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കണം. ഈ പ്ലാറ്റ്ഫോമുകൾ സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. ആ നിലക്കാണ് ഫെബ്രുവരി മുതൽ ട്വിറ്റർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദം. ഇതിപ്പോൾ IT മന്ത്രാലയത്തിന്റെ ട്വിറ്ററിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലാണ്. നിങ്ങൾ ഇന്ത്യൻ സിസ്റ്റത്തെ, ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തെ അണ്ടർമൈൻ ചെയ്യുകയാണ്. ട്വിറ്റർ സീക്സ് ടു അണ്ടർമൈൻ ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് IT മിനിസ്ട്രി അവർക്ക് അന്ത്യശാസനം കൊടുക്കുന്നത്, മര്യാദയ്ക്ക് നിയമം പാലിച്ചോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ ഭാവിയിൽ സ്വതന്ത്ര ആശയവിനിമയം സാധ്യമാകില്ല എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ തന്നെ വഴിവെക്കില്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്വതന്ത്രമായ ആശയപ്രകടനം, അതുപോലെ സുരക്ഷിതമായ ആശയപ്രകടനം, സ്വകാര്യമായ ആശയപ്രകടനം, പിന്നെ അതുപോലെ അനോണിമസ് ആയിട്ടുള്ള ആശയപ്രകടനം മുതലായവയൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അനോണിമിറ്റിയുടെ കാര്യം എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ജീവിതത്തിനുള്ള അവകാശവും കൂട്ടിച്ചേർത്ത് അനോണിമിറ്റിക്കുള്ള അവകാശവും ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാവുന്നത് കൂടിയാണ്. അപ്പം ഇത്തരത്തിലുള്ള സുരക്ഷ ആവശ്യമുള്ളത് എല്ലാ ജനങ്ങൾക്കുമാണ്. ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ദിവസങ്ങൾ കഴിയുന്തോറും, അതായത് ടെക്നോളജി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വരുന്നത് എന്നുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് അതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ ഇതിനെ ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പം ട്വിറ്ററിന്റെ മാത്രമല്ല, വാട്സാപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെയും ഈ പറയുന്ന നേരത്തെ ഇവിടെ ഒരു പ്രതിനിധി പറയുകയുണ്ടായി, ലോകമാസകലം സൈബർ ക്രൈമുകൾ കൂടി വരികയാണ് എന്ന് പറയുന്നുണ്ടായി. എന്നിട്ട് ഈ ലോകത്തെവിടെയും ഈ ട്രേസബിലിറ്റി എന്ന് പറയുന്ന ക്ലോസ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. ഒരു ഭരണകൂടവും വാട്സാപ്പിന്റെ അടുത്ത് ഒറിജിനേറ്ററിനെ കണ്ടുപിടിച്ച് തരണം എന്ന് പറയുന്നില്ല. ബ്രസീലിൽ ഇത്തരത്തിലൊരു സംസാരം നടക്കുന്നുണ്ട് എന്നല്ലാതെ അമേരിക്ക അടക്കമുള്ള ഒരു ഒന്നാം ലോക രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഇതില്ലാന്ന് മാത്രമല്ല, ഈ ചൈൽഡ് സെക്സ് അബ്യൂസ് പോലെ നേരത്തെ അനിവർ പറഞ്ഞ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് വാട്സാപ്പിനെ കോൺടാക്ട് ചെയ്യാൻ, വാട്സാപ്പിന് അത് കണ്ടുപിടിക്കാനുമുള്ള മെക്കാനിസങ്ങളും ഉണ്ട്, ഇത് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, എനിക്ക് ഇത് കുറച്ചുകൂടി തമ്മിലുള്ള ഒരു ആരാണ് ശരി എന്നുള്ളതിനെക്കാട്ടിലും ആളുകൾ കുറച്ചുകൂടി ഇത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഇപ്പം ഈ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇതെന്തോ നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു ലഘൂകരിക്കുന്ന മനോഭാവം നമ്മളെല്ലാവരും കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല നമ്മളെ സ്വകാര്യതയുടെ മേൽ കടന്നു കയറുന്നത്. ഇപ്പം നമ്മൾ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടം ഉണ്ടായി വരികയാണെങ്കിൽ ആ ഭരണകൂടം ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഇനി വരുന്ന ഭരണകൂടങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ നേരത്തെ 66 ഇതിനു മുമ്പത്തെ ഭരണകൂടമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഈ ഭരണകൂടവും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ വക്താക്കളോ അല്ലെങ്കിൽ അനുഭാവികളോ ആണെങ്കിൽ ഇതേ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി വരുന്ന ഒരു ഗവൺമെന്റ് ഇത്തരത്തിൽ നിങ്ങളുടെ സ്വകാര്യത കടന്നു കയറാനും നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇതാക്കാനും സാധിക്കും. ഇത് മാത്രമല്ല, ഗവൺമെന്റ് മാത്രമല്ല, ഈ പറയുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ് മുതലായ കോർപ്പറേറ്റ് കമ്പനികൾ ഇത്ര നല്ല ആൾക്കാരൊന്നുമല്ല. അവരുടെ ഈ പറയുന്ന ബിസിനസ് മോഡൽ എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ് ബേസ്ഡ് ആണ്. സ്വകാര്യതയുടെ മുകളിൽ കടന്നു കയറിക്കൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ വാട്സാപ്പ് പോലുള്ള ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഈ വാട്സാപ്പിന് പോലും ഈ നമ്മുടെ വിവരങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഈ വാട്സാപ്പ് നമ്മുടെ വിവരങ്ങൾ എടുത്ത് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല പരസ്യങ്ങൾ, നമുക്ക് വേണ്ട പരസ്യങ്ങൾ മാത്രമല്ലേ കാണുക. ഇതിനു മുമ്പ് വെസ്റ്റിൽ നടന്ന ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു സന്യാസിനി മഠത്തിലുള്ള സന്യാസിനിമാരെ എഴുതിയ അവരുടെ ജീവിതം, അവരുടെ 20 വയസ്സിലോ മറ്റോ അവരവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ കത്ത് മാത്രം വെച്ചിട്ട് ഇതിൽ എത്ര പേർക്ക് ഡിമെൻഷ്യ വരും, അവർ പ്രായമാകുമ്പോൾ 70 വയസ്സോളം എത്തുന്ന സമയത്ത് എത്ര പേർക്ക് ഡിമെൻഷ്യ വരും എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളുണ്ട്. അത് പ്രൂവണാണ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളുടെ സന്ദേശങ്ങൾ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങൾ, നമ്മളുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് പോലെയുള്ള, പ്രത്യേകിച്ച് ഈ
ഇൻഷുറൻസ് ഒക്കെ പ്രൈവറ്റൈസ് ചെയ്യുന്ന, നമ്മുടെ ആരോഗ്യരംഗം പ്രൈവറ്റൈസ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യ സുരക്ഷ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു തരത്തിലേക്കാവും. ഇനിയിപ്പോ ഈ പറയുന്ന ഫേസ്ബുക്കോ വാട്സാപ്പോ നേരിട്ട് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പോലും അവിടെ നമ്മുടെ നമ്മൾ അയക്കുന്ന സ്വകാര്യ വിവരങ്ങൾ, നമ്മളെ സ്വകാര്യ വിവരങ്ങൾ ഇവരുടെ സെർവറിൽ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ ഒരു സൗകര്യമുണ്ട് എന്ന് വരികയാണെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക്, ഫേസ്ബുക്ക് പോലെയുള്ള കമ്പനികളിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ കൈകളിൽ കൂടിയാണ് ഇത്. ഉദ്യോഗസ്ഥർ അവർ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളെ മിസ്യൂസ് ചെയ്ത നിരവധി സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് തന്നെയാണെങ്കിലും ഗവൺമെന്റ് ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പോലും ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള അല്ലെങ്കിൽ ഹയർ പൊസിഷനിലുള്ള ആളുകൾക്കൊക്കെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു പാർട്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യം അതുകൂടി എല്ലാ മനുഷ്യരുടെയും എല്ലാ പൗരന്മാരുടെയും വിഷയമാണല്ലോ. ഞാൻ വരാം ഋഷി. നോക്കൂ ശ്രീ എസ് കെ സജീഷ്, കഴിഞ്ഞ ദിവസമാണ്, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കോൺഗ്രസിന്റെ ഒരു ലെറ്റർ ഹെഡ് വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ടൂൾ കിറ്റ് തയ്യാറാക്കിയെന്ന് ബിജെപിയുടെ സംബിത് പാത്ര ട്വീറ്റ് ചെയ്യുന്നത്. ആ പ്രസിദ്ധീകരിച്ച ടൂൾ കിറ്റ് എന്ന ഡോക്യുമെന്റ് വ്യാജമാണെന്ന് ഇതിനോടകം തന്നെ ആൾട്ട് ന്യൂസ്, ക്വിന്റ് അടക്കമുള്ള ഇൻഡിപെൻഡന്റ് മീഡിയ കണ്ടെത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഈ കാര്യം, അതായത് വ്യാജമായി ഉണ്ടാക്കി കോൺഗ്രസിന്റെ പേരിൽ കോൺഗ്രസിന്റേതെന്ന് ആരോപിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം ട്വിറ്റർ മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന് എഴുതി കാണിച്ചു എന്നതിന്റെ പേരിലാണ് ഈ അമേരിക്കയിൽ നിന്നുള്ള ഈ വലിയ IT ഭീമൻ ഇന്ത്യയിൽ ഇത്രയും പ്രശ്നം നേരിടുന്നത്. അവരെ വേണമെങ്കിൽ നിരോധിക്കാമെന്നുള്ള മട്ടിലേക്ക് പോലും നിങ്ങൾ മര്യാദയ്ക്ക് നിയമം പാലിച്ചോളൂ എന്ന് IT മിനിസ്റ്റർ തന്നെ പറയാണ്. ഈ മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന ടാഗ് മാറ്റണമെന്ന് IT മിനിസ്ട്രി ഈ കമ്പനിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സകല തലത്തിലും ഈ പറയുന്ന സമ്മർദ്ദം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൗലികമായ അഭിപ്രായ സ്വാതന്ത്ര്യ വിഷയമായി, ഇതൊരു സാങ്കേതിക പ്ലാറ്റ്ഫോമുകളുടെ വിഷയം എന്നുള്ളതിലുപരി മൗലികമായ അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനത്തിന്റെ വിഷയമായി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കേണ്ടതല്ലേ? തീർച്ചയായും അഭിലാഷ്, ഞാൻ കാണുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഗൗരവകരമായി നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, ജനാധിപത്യത്തിൽ നമ്മൾ പറയുന്ന 3 തൂണുകൾ. ഒന്ന് ലെജിസ്ലേച്ചർ. ആ ലെജിസ്ലേച്ചറിലെ അധികാരം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് തങ്ങളുടെ കുത്തകാധികാരമാണ്. അതുകൊണ്ട് തങ്ങൾ എന്തും ചെയ്യും. അവിടെ പാർലമെന്റ് പോലും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അവർ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അധികാരത്തിൽ ലെജിസ്ലേച്ചറിനെ ഉപയോഗപ്പെടുത്തുന്നു. മറ്റൊരു വശത്ത് എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല. അവർക്ക് വേണ്ടവരെ വേണ്ടപ്പെട്ട സ്ഥാനത്ത് വെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിനെ കീഴടക്കുന്നു. മൂന്നാമത്തെ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിലേക്കും ഇതേ കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സമീപകാല പല വിധികളിലൂടെയും നമുക്കറിയാം. പിന്നെ പുറത്തു നിൽക്കുന്ന 4ാം തൂണ് എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 75% അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 100% തന്നെ ഇവർ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തികമായും അതുപോലെ തന്നെ ഭീഷണിപ്പുറത്തും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ ഒരു 5ാം തൂണ് പോലെ നിൽക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ ഇവർ ഉപയോഗപ്പെടുത്തി. നേരത്തെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ശബ്ദം ഞങ്ങളുടേതുമുണ്ട്, ആ ശബ്ദവും ഇതുപോലെ നിഷേധിക്കപ്പെടില്ല എന്നാണ്. നിങ്ങളുടെ ശബ്ദം നിഷേധിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രശ്നം. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നേരത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടപെട്ട കാംബ്രിഡ്ജ് അനലിറ്റിക്ക ആയാലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ട ഒബ്ലേന വിസ്പേഴ്സ് ഇന്റലിജൻസ് എന്ന് പറയുന്ന OBI ആയാലും ഇത് ജനങ്ങളുടെ സ്വകാര്യതയും അവരുടെ രീതികളും മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടു എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിലേക്കും പോകുന്നില്ല. അപ്പോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ ഈ സംവിധാനങ്ങളെ നിങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ലാത്ത മറ്റൊരാൾക്കും ജനാധിപത്യപരമായി ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴുത്, ജനാധിപത്യത്തിലെ ജനങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഒരു പഴുതിനെ കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നാം കാണണം. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങളാണ്, പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുകയല്ല ഈ ഘട്ടത്തിന് ആവശ്യം എന്ന് തന്നെയാണ് എല്ലാവരും തീരുമാനിക്കേണ്ടത്. അത് ഈ കാലഘട്ടത്തിന്റെ കടമയാണ്. ഇല്ലെങ്കിൽ അടുത്ത തലമുറ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം നമ്മളോട് എല്ലാവരോടും ചോദിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. യെസ് അവിടെയാണ് ശ്രീ ജയശങ്കർ. നേരത്തെ കർഷക സമരം നടന്നപ്പോൾ കർഷക സംഘടനാ നേതാക്കളുടെ, കർഷക സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്ന് IT മിനിസ്ട്രി ട്വിറ്ററിന് നിർദ്ദേശം കൊടുക്കുന്നു. അവർ അത് ഭാഗികമായി മാത്രം പാലിക്കുന്നു. IT മന്ത്രാലയം ട്വിറ്ററിന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നു. അവർക്ക് നേരെ ഭീഷണി ഉണ്ടാവുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളുടെ ഒരു വക്താവ്
തെറ്റായ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചുവെന്ന് അവർ പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ആസ്ഥാനത്തേക്ക് പോലീസിനെ വിടുന്നു, അവരുടെ ഉദ്യോഗസ്ഥരോടൊക്കെ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കുന്നു, ഇന്റിമിഡേഷൻ എന്ന് അവർക്ക് ഇതുപോലെ ഒരു ഗ്ലോബൽ സ്ഥാപനത്തിന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. അപ്പോ BJPക്ക് അനുകൂലമായി നിൽക്കുക അല്ലെങ്കിൽ പോവുക എന്നുള്ളതാണോ നയം? ഒരിക്കലുമല്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ ട്വിറ്ററിന്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ നേരത്തെയും പറഞ്ഞു, ട്വിറ്റർ പക്ഷപാതപരമായി ഒരു സൈഡ് പിടിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യത്തും അവർ കൃത്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. ഈ ഇങ്ങനെയുള്ള നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഈ ഇന്റർമീഡിയറീസ്, അതുപോലെ ട്വിറ്റർ പോലെയുള്ള വലിയ ഇന്റർമീഡിയറീസ്, അവർ രാഷ്ട്രീയം കളിക്കുമ്പോൾ അത് തുറന്നു കാട്ടേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയുടെയും അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അല്ലേ ഉണ്ടാവൂ? ഇന്ത്യക്ക് വേണ്ടി മാത്രമായി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ? വളരെ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് നിരന്തരമായി വയലേറ്റ് ചെയ്യുന്ന ഒരാളെ അവർക്ക് നീക്കേണ്ടി വരും. അങ്ങനെയാണ് കങ്കണ റണൌട്ടിന്റെ അക്കൗണ്ട് പോയത്. തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അതിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും അവർ ഫ്ലാഗ് ചെയ്യും. അത് സംബിത് പാത്രയാവുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ആയിക്കോളൂ, നിങ്ങൾ ഭരണാധികാരികളുടെ ട്വീറ്റുകൾ വരെ തടഞ്ഞോളൂ, പക്ഷെ ഇന്ത്യയിൽ പറ്റില്ല. അതാണ് പ്രശ്നം. പോലീസിനെ വെച്ച് അവർ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്? അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയാത്തത്? കേട്ടില്ല. ഇത് മാനിപ്പുലേറ്റഡ് ഡേറ്റ ആണെന്ന്, മാനിപ്പുലേറ്റഡ് കണ്ടന്റ് ആണെന്ന് ഇത് ആര് കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞു? അതാണ് ചോദ്യം. മാനിപ്പുലേറ്റഡ് ഡേറ്റ ആണെന്ന് ഇതിനോടകം തന്നെ ആര് പറഞ്ഞു? നിങ്ങൾ ഓൾ ന്യൂസിനെയാണ് കോട്ട് ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ ഗവൺമെന്റ് ഏജൻസി ആരും ഇത് കണ്ടുപിടിച്ചു. ഇത് വളരെ സിമ്പിൾ ആണ് സാർ. ഒന്നാമത് ഈ കോൺഗ്രസിന്റെ സെൻട്രൽ വിസ്റ്റ ഡോക്യുമെന്റിന്റെ ആ മാസ്റ്റർ ഹെഡും മറ്റു കാര്യങ്ങളും അവിടെ നിലനിർത്തി ഇതിന്റെ കണ്ടന്റ് മാത്രമാണ് മാറ്റിയത്. കണ്ടന്റ് മാറ്റിയപ്പോൾ ഒരു പ്രശ്നം പറ്റി. അതിന്റെ ഫോണ്ട് വ്യത്യാസമാണ്. നമ്മൾക്കൊരു ഫോർജ്ഡ് പേപ്പർ കണ്ടാൽ മനസ്സിലാവില്ലേ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക്? അതിന്റെ ഫോണ്ടിൽ വ്യത്യാസമുണ്ട്, ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പോട്ടെ, കോൺഗ്രസ് പരാതി കൊടുത്തല്ലോ. കോൺഗ്രസിന്റെ പരാതി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ സംബിത് പാത്രയുടെ വീട്ടിലല്ലേ അന്വേഷണം നടത്തേണ്ടത്? അല്ലെങ്കിൽ ഇത് 11 കേന്ദ്രമന്ത്രിമാർ ട്വീറ്റ് ചെയ്തല്ലോ. 11 കേന്ദ്രമന്ത്രിമാരുടെ അന്വേഷിക്കണ്ടേ നിങ്ങൾ ഒരു തെറ്റായ ഡോക്യുമെന്റ് ആണോ, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഏറ്റവും കുറഞ്ഞത് സംബിത് പാത്രയോട് അന്വേഷിക്കണ്ടേ, അല്ലാതെ ട്വിറ്ററിന്റെ ഓഫീസിലാണോ പോകേണ്ടത്? ഡൽഹി പോലീസ് അന്വേഷണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ട്വിറ്ററിന് അങ്ങനെ ഒരു നിലപാടെടുക്കാം. അങ്ങനെ തെളിയാത്തിടത്തോളം സാഹചര്യത്തിൽ ട്വിറ്റർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് മാനിപ്പുലേറ്റഡ് കണ്ടന്റ് ആണെന്ന് പറയുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെയാണ് ട്വിറ്റർ രാഷ്ട്രീയം കളിക്കുന്നത്. മാനിപ്പുലേറ്റഡ് കണ്ടന്റിന്റെ ഞാൻ പറഞ്ഞത് വളരെ സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ട്വിറ്റർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു വ്യാജമായ ഡോക്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ അത് കൊള്ളാവുന്ന നിലക്കെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നൊരു പ്രശ്നമുണ്ട്. ഫോണ്ടൊക്കെ വ്യത്യാസപ്പെട്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു പോലെ. അങ്ങനെയാണോ? പക്ഷെ അനിവറിന് എന്തോ പറയാറുണ്ടെന്ന് തോന്നുന്നു. ഇത് ഒരു മാനിപ്പുലേറ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് എങ്ങനെ ഈ സോഷ്യൽ മീഡിയ കമ്പനി കണ്ടെത്തി എന്നുള്ളതാണ് ചോദ്യം. ഹലോ, എന്നോടാണോ ചോദ്യം? ഇതില് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതായത് നമ്മൾ ഈ മൊത്തം ഇന്റർമീഡിയറ്റ് നിയമങ്ങളും ജസ്റ്റിഫൈ ചെയ്യുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ കണ്ടുപിടിക്കാൻ, അതുപോലെ വിമൻസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. എല്ലാ കാലത്തും സർവൈലൻസ് ഉപയോഗിച്ചു വന്ന ജസ്റ്റിഫിക്കേഷനുമാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതിന് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന മെറ്റാഡാറ്റ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ ഫയലിനും മെറ്റാഡാറ്റ ഉണ്ട്. അതായത് ആ ഫയലിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഹാഷുകൾ, അതിന്റെ എക്സ്ട്രാ വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ എങ്ങനെ ആര് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നതിന്റെ കുറച്ച് ഒറിജിനേറ്റ് ചെയ്യല്ല, അതിന്റെ ഫയലിന്റെ കോമൺ പ്രോപ്പർട്ടീസ്. ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമിൽ 10 ദിവസത്തിന് മുമ്പേ ഒരു മോഡി ബറോസ എന്ന് പറയുന്ന ഹാൻഡിൽ ട്വീറ്റ് ചെയ്ത അതേ കണ്ടന്റ് ആണ് സംബിത് പത്രയും പിന്നെയും ട്വീറ്റ് ചെയ്തത് 10 ദിവസത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറെ അതാണ് ഓൾട്ട് ന്യൂസ് എക്സ്പോസ് ചെയ്തത്. അപ്പം ഈ മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ മെറ്റാഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കണ്ടന്റും, അതുപോലെ തന്നെ എന്താ പറയാ ഇത് പെഡോഫൈൽസിന്റെ ഗ്രൂപ്പുകളും ഒക്കെ വാട്സാപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി അൽഗോറിതമിക്കലി ഫൈൻഡ് ചെയ്ത് അത്തരത്തെ അക്കൗണ്ടുകളെ ബാൻ ചെയ്യുകയും ലോ എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതെന്ന് അവരുടെ കോടതിയിൽ കൊടുത്ത മറുപടിയിൽ അവർ പറയുന്നത്. പിന്നെ ഇനി ഞാൻ ഈ ഒരു വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എന്താണ് ആക്ച്വലി ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ആയിരുന്നു ടാർഗറ്റ് എങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? പോസ്കോ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇവിടെ നിലവിലുണ്ട്. പോസ്കോ ആക്ടിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റോട് കൂടി ജനറിക് ആയിക്കൊണ്ട് കമ്പനികൾക്ക് ഓട്ടോമേറ്റഡ് ഫിൽട്ടറിംഗ് റൂളുകളോ ജനറിക് ആയിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നതിന് പകരം പോസ്കോ ആക്ടിനുള്ളിൽ നിന്നുകൊണ്ട് IT സ്പെസിഫിക് ആയി ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്പെസിഫിക് ക്ലോസുകളൊക്കെ. ഞാൻ പറയുന്നത്
ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് മാത്രമല്ല. അപ്പൊ ഇത് നമുക്കറിയാം, പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ഉള്ളില് ഒന്നാമത്തെ വേവിന്റെ സമയത്ത് നമ്മൾ സുശാന്ത് സിംഗിന്റെ വാട്സാപ്പ് ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ മീഡിയ മുഴുവൻ. രണ്ടാമത്തെ വേവിന്റെ സമയത്ത്, അതിനു മുമ്പ് ഒന്നാമത്തെ വേവിന് ശേഷം ഫാർമേഴ്സ് സ്ട്രഗിൾ വന്നപ്പോൾ നമ്മൾ ടൂൾ കിറ്റ് എന്ന് പറയുന്ന ഗൂഗിൾ ഡോക്യുമെന്റ് ഉപയോഗിക്കുന്ന ആരെയും പ്രതിയാക്കാവുന്ന പുതിയൊരു സാധനം കണ്ടുപിടിച്ചതായിട്ട് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ കോവിഡ് 2ാം വേവിലെ പരാജയം എന്ന ചർച്ച നടക്കുന്ന സമയത്ത് അത് വീണ്ടും സോഷ്യൽ മീഡിയയുടെ മേളിലേക്ക് ഇടുന്നത് വർക്ക് ചെയ്ത 2 ഉദാഹരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മാറ്റുക എന്നാണ് ഇപ്പൊ നടക്കുന്നത്. തീർച്ചയായും. ഓക്കെ, നമുക്ക് സമയം അവസാനിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. തുടർ ചർച്ചയ്ക്ക് കൂടി വിധേയമാക്കേണ്ട വിഷയമാണ്. പക്ഷേ സമയം പോയി. വളരെ നന്ദി അനിവർ, ശ്രീ സജീഷ്, ശ്രീ NK പ്രേമേന്ദ്രൻ, ശ്രീ ഋഷി, ഒപ്പം ശ്രീ ജയശങ്കർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.